രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. മലയാളികൾക്ക് വിഷു കൈനീട്ടമായി ചേലക്കരയിൽ നിന്നുമുള്ള ഒരു ആൽബത്തിന്റെ വിശേഷമാണ് അടുത്തത്. MS മ്യൂസിക് സോണിന്റെ ബാനറിൽ ശ്രീകുമാർ മാമ്പറ്റ നിർമ്മിച്ച വിഷുവിളക്ക് എന്ന ആൽബം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുകയാണ്. സിനി ആർട്ടിസ്റ്റ് കൃഷ്ണപ്രസാദ് മുഖ്യ കഥാപാത്രമായി വന്ന ആൽബത്തിൽ നിർമ്മാതാവായ ശ്രീകുമാർ മാമ്പറ്റയുടെ മകൻ ശ്രീരാഗും അഭിനയിച്ചിട്ടുണ്ട്. പൊൻവെയിലി തളിഴപാകിയ മണ്ണിന് മഞ്ഞണിക്കൊന്നകൾ കസവു നൽകി. വിഷുപ്പുലർവേളയിൽ കണ്ണന്റെ കണിമുഖം താമരക്കുമ്പിളിൽ തൂവെണ്ണയായി. ഗൃഹാതുരത്വം നിറഞ്ഞു നിൽക്കുന്ന പഴയകാല ആഘോഷ ഓർമ്മകൾക്കൊപ്പം മാതാപിതാക്കളെ വീട്ടിൽ തനിച്ചാക്കി വിശേഷ ദിവസങ്ങൾ കടന്നുപോകുന്ന പുതിയ കാലഘട്ടത്തെ തുറന്നു കാട്ടുക കൂടിയാണ് വിഷുവിളക്ക് എന്ന ഈ ഗാനശില്പത്തിലൂടെ. പൊൻപണം കൈകളിൽ നീട്ടിയ വയലടിച്ചാരത്ത് വിഷുപക്ഷി പാടി. ചേലക്കര സ്വദേശിയും ബിസിനസ്സുകാരനും കലാകാരനുമായ ശ്രീകുമാർ മാമ്പറ്റയുടെ 14ാമത്തെ ഗാനശില്പമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ഓണത്തിന് പുറത്തിറങ്ങിയ ഉത്രാടപ്പൂത്തുമ്പി എന്ന ആൽബവും ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. തളിരുകൾ താളം പകർന്നു തുളുമ്പി കണ്ണൻ പീലിയണിഞ്ഞു നിറഞ്ഞു. ഇപ്പോൾ പുറത്തിറങ്ങിയ വാഴ 2 എന്ന സിനിമയിൽ പോലീസ് വേഷത്തിലെത്തിയ കൃഷ്ണപ്രസാദ് മുഖ്യ കഥാപാത്രമായ വിഷുവിളക്കിൽ ശ്രീകുമാർ മാമ്പറ്റയുടെ മകൻ ശ്രീരാഗും അഭിനയിച്ചിട്ടുണ്ട്. ഗുരുവായൂർ കണ്ണന്റെ കോലക്കുഴൽ വിളി മനസ്സു നിറയുന്ന പുണ്യമായി. ഈ വിഷുവിളക്ക് എന്നുള്ള ആൽബം നമ്മുടെ ഒരു പഴയകാല ഓർമ്മകളിലേക്കാണ് നമ്മളത് കൊണ്ടുപോകുന്നത്. പല സ്ഥലത്തു നിന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത്. വീട്ടിലെല്ലാവരും ഒറ്റപ്പെട്ട് ആണ് നമ്മൾ ഇത് ആഘോഷിക്കുന്നത്. പല പല ആഘോഷങ്ങളും അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് നമുക്ക് കണ്ടുവരാറുള്ളത്. എല്ലാവരും തിരക്കിനിടയിൽ അവരവരുടെ സ്ഥലത്ത് നിന്നുമാണ് നമ്മൾ ഈ ആഘോഷങ്ങളെല്ലാം നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമുക്കുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന നമ്മുടെ അച്ഛനമ്മമാരുടെയും ആ ഒരു ആഘോഷം അടുത്തു നിന്ന് തന്നെ ആണെന്നാണ് നമുക്കെല്ലാവരുടെയും ആഗ്രഹം. ആ ഒരു സങ്കല്പമാണ് നമ്മൾ ഈ വിഷുവിളക്ക് എന്ന ഈ ആൽബത്തിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരമ്മ ഓർത്തെടുക്കുന്ന ഒരു സംഭവങ്ങളാണ് നമ്മൾ ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ ആൽബത്തിൽ അഭിനയിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമാണ്. മാത്രമല്ല നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ നമ്മൾ വാഴ 2 എന്ന സിനിമയിൽ ഒരു ലീഡ് ക്യാരക്ടറായ നമ്മുടെ പോലീസ് ഓഫീസറായ നമ്മുടെ കൃഷ്ണപ്രസാദങ്ങളൊപ്പം അഭിനയിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ആൽബങ്ങൾ ഇറങ്ങാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. കണ്ണൂർ തളിപ്പറമ്പ് നരിക്കോട്ടില്ലത്തിൽ വെച്ചാണ് ആൽബത്തിന്റെ ചിത്രീകരണം നടന്നിട്ടുള്ളത്. വിനോദ് കുമാറാണ് സംവിധാനം നിർവഹിച്ചത്. സുനിൽ രാമചന്ദ്രൻ ചിട്ടപ്പെടുത്തിയ ഗാനം ആലപിച്ചത് സുമേഷ് അയിരൂറാണ്. മണികണ്ഠദാസാണ് മ്യൂസിക് നിർവഹിച്ചത്. സിനി ആർട്ടിസ്റ്റ് കൃഷ്ണപ്രസാദ്, ആൽബത്തിന്റെ നിർമ്മാതാവായ ശ്രീകുമാർ മാമ്പറ്റയുടെ മകൻ ശ്രീരാഗ് എന്നിവർക്ക് പുറമെ ഉഷ കമൽ പയ്യന്നൂർ, നേഹ രഞ്ജിത്ത്, ജസ്ന, അയാൻ ഷൈജു, ഇവ ലക്ഷ്മി, അൻവിത സജിത്ത്, അമേഘ, തൻവിക, NKE രാമൻ നമ്പൂതിരി, ധ്വനി, സാൻവിയ ശാന്ത് എന്നിവരാണ് ആൽബത്തിൽ വേഷമിട്ടിരിക്കുന്നത്. നാദസ്വരത്തിൽ ശ്രീരേഷ്, വീണയിൽ സുമ വർമ്മ, റിഥമിൽ ഷിനോജ്, ഫ്ലൂട്ടിൽ ശ്രീരാഗ് എന്നിവർ പിന്നണിയായി. ദീപക് അപ്പു, സുജിത്ത് എന്നിവർ ക്യാമറയും അനൂപ് പയ്യന്നൂർ മിക്സിംഗും നിർവഹിച്ചു. രാജൻ പേക്കടം, സ്വരാജ് അന്നൂർ എന്നിവരാണ് മേക്കപ്പ് കൈകാര്യം ചെയ്തത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും.
ഇഷ്ടമുള്ളത് മനസ്സിൽ നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.